പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വിശ്വാസികളെ വേട്ടയാടുന്നു എന്നതടക്കം മോദി പ്രസംഗിച്ചതെല്ലാം ശുദ്ധകളവാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മോദി നടത്തുന്ന അസത്യ പ്രചാരണങ്ങൾ ന്യായീകരിക്കാനാവില്ല. മോദി വെറുമൊരു RSS പ്രചാരകനായി തരം താഴ്ന്നുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മോദി നടത്തിയ പരാമർശങ്ങളെ നിശിതമായ ഭാഷയിലാണ് പിണറായി വിജയൻ നേരിട്ടത്. നിരന്തരമായി അസത്യ പ്രചാരണം നടത്തുന്ന ശൈലി പ്രധാനമന്ത്രി സ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മോദി പഴയ RSS പ്രചാരകന്റെ വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ശബരിമലയെ കലാപഭൂമിയാക്കുകയായിരുന്നു RSSന്റെ ലക്ഷ്യം. അത് നടക്കാത്തതിന്റെ ഇച്ഛാഭംഗമാണ് മോദിക്ക്. പണ്ട് ഗുജറാത്തിൽ കളിച്ച കളികൾ ഇവിടെ നടത്താൻ അവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയത് മോദിയാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. പണ്ട് ഗുജറാത്തിൽ കളിച്ചതുപോലുള്ള കളി ഇവിടെ RSSകാരെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു വിട്ടതായിരുന്നു. ലാവ്ലിൻ കേസിൽ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണ്. പക്ഷേ റഫാൽ കേസിൽ കുടുങ്ങിയ ആളല്ലേ താങ്കളെന്ന് പിണറായി മോദിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ ലാവ്ലിന്റെ അഴിമതിയിൽ അതിന്റെ നിഴലിലാണ് എന്നാണ്. അത് സംബന്ധിച്ചൊരു കോടതി പരിശോധന നടന്നതാണ്. ആ പരിശോധനയിൽ കുറ്റവിമുക്തനാക്കിയതാണ്. മോദി എന്ന വ്യക്തി എവിടെയാണ് കിടക്കുന്നത്? സുപ്രീം കോടതിയുടെ പരിശോധനയിൽ റാഫേൽ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയല്ലേ. സുപ്രീം കോടതി തന്നെ ആ നിലയല്ലേ സ്വീകരിച്ചിട്ടുള്ളത്. നിയമത്തിനതീതരായി ഇവിടെ ആരെയും ഉയരാനോ പറക്കാനോ അനുവദിക്കില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ RSS ക്രിമിനലുകൾക്ക് കിട്ടുന്ന സംരക്ഷണം കേരളത്തിൽ ലഭിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മീഡിയ 1 കണ്ണൂർ.